ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. iQOOൻ്റെ സൈഡിൽ നിന്ന് അവരുടെ നെക്സ്റ്റ് ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങാൻ പോകുകയെന്നുള്ളത്. അപ്പോൾ ആ ഒരു മോഡൽ എന്ന് പറയുന്നത് iQOO 10 Pro അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അതിൻ്റെ മോഡൽ നെയിമും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ, അതായത് റൂമറായിട്ട് അറിയാൻ കഴിഞ്ഞാൽ സ്പെക്കും കാര്യങ്ങളും ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്യാം. ആ ഒരു വീഡിയോ ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിസൈനും കാര്യങ്ങളല്ലായിരുന്നു യഥാർത്ഥ ഡിസൈനും കാര്യങ്ങളും. കഴിഞ്ഞ ദിവസം ഐസ് യൂണിവേഴ്സ് എന്ന് പറയുന്നൊരു വ്യക്തി ട്വിറ്ററിൽ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും പുറത്തുവിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെറിയ രീതിയിലുള്ള സ്പെക്കും കാര്യങ്ങളും പുറത്തുവിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ ഏകദേശം സ്പെക്കും കാര്യങ്ങളും തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം അതിൽ ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു എന്തെങ്കിലും ഫ്യൂച്ചർ അപ്ഡേറ്റ് വരുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ യൂണീക്കായിട്ടുള്ള ഡിസൈൻ വരുന്നത്. നമുക്ക് 2 കളറിലായിരിക്കും ആ ഒരു ഡിസൈൻ വരുന്നത്. അതായത് വൈറ്റ്, ബ്ലാക്ക്, ഈ ഒരു 2 രീതിയിലായിരിക്കും എൻ്റെ ഡിസൈൻ കാര്യങ്ങൾ വരുന്നത്. അതുപോലെ നമ്മൾ അതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ, അതായത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് സൈഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അതുപോലെ ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ ബാക്ക് സൈഡിലെ ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെൻഡറും കാര്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 3 ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് അതിൻ്റെ കളർ വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് ഒരു കളർ ഉണ്ടോ എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഷോർട്ടായുള്ള സ്പെക്കും കാര്യങ്ങളും പറയാം. നമുക്കിതിനകത്ത് വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 1 ആയിരിക്കും വരുന്നത്. അതുപോലെ നമുക്ക് ബേസ് ആയുള്ള റാം വേരിയൻറ്റ് വരുന്നത് ചിലപ്പോൾ 6GB ഉണ്ടാവും, അതല്ലെങ്കിൽ 8GB തൊട്ട് 12GB വരെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ സ്റ്റോറേജിൻ്റെ കാര്യം നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു 8GB വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 125GB ആ ഒരു മോഡൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മേളിലേക്കുള്ള ഒരു സ്റ്റോറേജ് വേരിയൻ്റ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ സ്റ്റോറേജ് ടൈപ്പ് അതൊക്കെ ലേറ്റസ്റ്റ് ആയുള്ള വേർഷൻ ആയിരിക്കും. അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ കഴിഞ്ഞില്ല. അതുപോലെ നമുക്ക് റാം ടൈപ്പും കറക്റ്റായിട്ട് അറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ അതും ലേറ്റസ്റ്റ് ആയുള്ള ഒരു വേർഷൻ തന്നെ ആയിരിക്കും അവർ കൊണ്ടുവരുന്നതും. അതുപോലെ ആൻഡ്രോയിഡ് 12 തന്നെയാണ് കൊണ്ടുവരുന്നത്. അതിൽ iQOO യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു കാര്യമാണ്. അവരുടെ എല്ലാ സ്മാർട്ട് ഫോണുകളിലും അവർ ആൻഡ്രോയിഡ് 12 ആണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലും അവരുടെ ലേറ്റസ്റ്റ് ആയുള്ള വേർഷൻ തന്നെ ആയിരിക്കും കൊണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ 3 ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MB മെയിൻ ക്യാമറയാണ് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 60 MB, അതായത് 16 MB ഒരു ക്യാമറ ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ ഞാൻ ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു. അതായത് നമുക്ക് 6.78 ഇഞ്ചിൻ്റെ OLED അല്ലെങ്കിൽ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ AMOLED ഡിസ്പ്ലേ ആണ്, കാരണം വെച്ചാൽ മറ്റ് അവരുടെ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണുകളിലൊക്കെ നമ്മുടെ AMOLED ഡിസ്പ്ലേ ആണ് വന്നിരുന്നത്. അപ്പം ഈ ഒരു മോഡലിലും AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് 2K ആയിരിക്കും. ഞാൻ ആ ഒരു വീഡിയോയിൽ, അതായത് ഇതിനു മുമ്പ് ചെയ്ത ആ ഒരു വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയും കാര്യങ്ങൾ ഏകദേശം ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അതുപോലെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വിവോ അവരുടെ സൈഡിൽ നിന്ന് 200 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടർ ആയുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഈ ഒരു iQOO 10 സീരീസ് ആയിരിക്കും. അപ്പം ഈ ഒരു മോഡലായിരിക്കും 200 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ 120 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് ആണ് ഹൈ എൻഡ് വേരിയൻറ്റിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഹൈ എൻഡ് വേരിയൻറ്റ് എന്ന് പറയുന്നതും. ഇനിയിപ്പം ഈ iQOO അല്ലെങ്കിൽ വിവോ അവരുടെ ആ ഒരു ടെക്നോളജി ഇതിനകത്ത് കൊണ്ടുവരുവാണെങ്കിൽ, അതായത് 200 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവരുവാണെങ്കിൽ ഈ ഒരു മോഡലായിരിക്കും ഫസ്റ്റ് ആയിട്ട് ആ ഒരു 200 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് iQOOൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിതിനകത്ത് ബാറ്ററി നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് 4700 mAh ബാറ്ററി ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ 5000 mAh ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു സ്പെക്കിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് ഇതിൻ്റെ ചിപ്സെറ്റ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതുപോലെ 3 ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ആ ഡിസൈനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 3 ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിലും ചെറിയ സംശയമുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് സ്റ്റോറേജ് അല്ല, റാം വേരിയൻറ്റ്, അതുപോലെ ചിപ്സെറ്റ്, പിന്നുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ക്യാമറ സെറ്റപ്പ്, ഈ ഒരു 3 കാര്യങ്ങൾ കൺഫേം ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മുടെ കളർ വേരിയൻറ്റ് നമുക്ക് വൈറ്റും അതുപോലെ ബ്ലാക്ക് ആയിരിക്കും വരുന്നത്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതായത് ഒരു ഫോണിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല വരുന്നത്. ഒരു ഫോൺ വൈറ്റ് ആണെങ്കിൽ മറ്റു ഫോൺ ബ്ലാക്ക്, നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ 2 കളർ ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പം ഈ ഒരു 4 കാര്യങ്ങളാണ് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മോഡൽ ചൈനയിലായിരിക്കും ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. അത് ജൂലൈയിലായിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അഥവാ ജൂലൈയിലാണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് നമ്മളൊരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. അതായത് ഫുൾ സ്പെക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ ശേഷം ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഫ്യൂച്ചർ അപ്ഡേറ്റ് വരുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു ഡിസൈൻ അറിയാൻ കഴിഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുകൂടാം. എല്ലാവർക്കും ഗുഡ് ബൈ.